Welcome back to Sacred Heart Higher Secondary School and CACE Junior College, Changanasheri, LKG B, Episode 7. ഗുഡ് മോർണിംഗ്. എല്ലാവരും മലയാളം പഠിക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കുവാണോ? നമ്മൾ ഏതൊക്കെ അക്ഷരങ്ങളാണ് മക്കളെ നേരത്തെ നമ്മൾ പഠിച്ചത്? റാ പഠിച്ചു, പിന്നെ രാ പഠിച്ചു, നാ പഠിച്ചു, താ പഠിച്ചു, ദാ പഠിച്ചു. റാ, രാ, ന, ത, ദ. പിന്നെ നമ്മൾ വേറൊരു റൈം പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഏതായിരുന്നു? സ്വരാക്ഷരങ്ങളുടെ ഒരു റൈം പഠിച്ചത് ഓർക്കുന്നുണ്ടോ? അറിയാമോ ആർക്കെങ്കിലും? സ്വരാക്ഷരങ്ങൾ 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 ഏതെല്ലാം? അ ആ ഇ ഈ ഉ ഊ ഇറു എ ഏ ഐ ഒ ഓ ഔ അം ആ. ആ പഠിച്ചു, പിന്നെ ആ എന്ന അക്ഷരവും പഠിച്ചു. സ്വരാക്ഷരങ്ങളിലെ ഏതൊക്കെ അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത്? ആ പഠിച്ചു, ആ പഠിച്ചു. ഒന്ന് പാട്ടൊന്ന് ഓർത്തേ, സ്വരാക്ഷരങ്ങളുടെ പാട്ടൊന്ന് ഓർത്തേ. അടുത്ത അക്ഷരം ഏതായിരിക്കും? ആർക്കെങ്കിലും അറിയാമോ? അടുത്ത അക്ഷരം ഏതായിരിക്കും? ആരാ പറയുന്നത്? ആ ഈ. അടുത്ത അക്ഷരം ഏതാ? ഈ. ഈ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുന്നത് നമുക്ക് മനസ്സിലാക്കാം. എല്ലാവരും ഇവിടേക്ക് നോക്കിക്കേ. ഈ എങ്ങനെയാണ് എഴുതുന്നത് നമുക്ക് നോക്കാം. കണ്ടോ? ഒരു ചെറിയ റ. ഇനി അടുത്തത് ഒരു വലിയ റ. ഒരു ചെറിയ റ എഴുതി, ഒരു വലിയ റ എഴുതി. കണ്ടോ? ഇനി നമുക്ക് എങ്ങനെയാണ് ഈ എഴുതുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഒരു ചെറിയ റ വരച്ചു. കണ്ടോ? കാണാമോ എല്ലാവർക്കും? എന്നിട്ട് ഇതിന്റെ പുറത്തുകൂടി ഇങ്ങനെ വീണ്ടും ഒരു റ വരച്ചു. വീണ്ടും ഇതേ കൂട്ടി വീണ്ടും ഒരു റായും കൂടെ വരച്ചു. കണ്ടോ? എന്നിട്ട് ഇങ്ങനെ വളച്ച് വീണ്ടും ഒന്നുകൂടി വളയ്ക്കണം. ഈ. ഇതേതക്ഷരമാ? ഈ. ഇനി നമുക്ക് വരയിൽ എങ്ങനെയാണ് എഴുതുന്നത് നമുക്ക് നോക്കാം. 2 ലൈനിലെ എങ്ങനെയാണ് ഈ മുട്ടിച്ചെഴുതുന്നത് നമുക്ക് നോക്കാം. എങ്ങനെയാ മിസ് പറഞ്ഞത്? ആദ്യം ഒരു ചെറിയ റ വരച്ചു. കണ്ടോ? എന്നിട്ട് ഇവിടുന്ന് ഇതേ കൂട്ടി ഒരു വലിയ റ വരച്ചു. കണ്ടോ? ഇതേ കൂട്ടി വീണ്ടും ഒരു റായും കൂടെ വരച്ചു. ഇവിടുന്ന് വളച്ച് ഇങ്ങനെ താഴേക്ക് കൊണ്ടുവരണം. ഏതക്ഷരമായത്? ഈ. ഏതക്ഷരമാണ്? ഈ. എങ്ങനെ മിസ് പറഞ്ഞത്? ആദ്യം ഒരു ചെറിയ റ വരച്ചു. കണ്ടോ? എന്നിട്ട് ഇവിടുന്ന് ഇതേ കൂട്ടി ഒരു വലിയ റ വരച്ചു. കണ്ടോ? ഇതേ കൂട്ടി വീണ്ടും ഒരു റായും കൂടെ വരച്ചു. ഇവിടുന്ന് വളച്ച് ഇങ്ങനെ താഴേക്ക് കൊണ്ടുവരണം. ഏതക്ഷരമായത്? ഈ. ഏതക്ഷരമാണ്? ഈ. ആദ്യം ഒരു കുഞ്ഞു റ വരച്ചു, ഒരു ചെറിയ റ വരച്ചു. ഇതേ കൂട്ടി വീണ്ടും ഒരു റ വരച്ചു, വലിയ റ. ഇതേ കൂട്ടി വീണ്ടും ഒരു റായും കൂടെ വരച്ചു. ഇങ്ങനെ വന്ന് വളച്ച് വീണ്ടും താഴേക്ക് വളയ്ക്കണം. ഈ. ഒന്നും കൂടെ മിസ് എഴുതി കാണിക്കാവേ. ഒരു കുഞ്ഞു റ വരച്ചു. ഇങ്ങനെ ഇതേ കൂട്ടി വീണ്ടും ഒരു വലിയ റ വരച്ചു. വീണ്ടും ഒരു റ വരച്ചു. ഇങ്ങനെ വളച്ച് താഴേക്ക് കൊണ്ടുവന്ന് വളയ്ക്കണം. കണ്ടോ? ഈ. ഒരു കുഞ്ഞു റ വരച്ചു. ഇതേ കൂട്ടി ഒരു വലിയ റ വരച്ചു. വീണ്ടും ഒരു റായും കൂടെ വരച്ചു. ഇങ്ങനെ വളച്ച്
താഴേക്ക് കൊണ്ടുവന്ന് വീണ്ടും വളയ്ക്കണം. ഈ ഏതക്ഷരമാണിത്? ഈ. നമുക്കൊക്കെ മനസ്സിലായോ? എങ്ങനെയായിരുന്നു ഈ എഴുതേണ്ടത്? ഒരു കുഞ്ഞ് റാ വരച്ചു, ഇതേ കൂട്ടി ഒരു വലിയ റാ വരച്ചു, ഇതേ കൂട്ടി വീണ്ടും ഒരു വലിയ റായും കൂടെ വരച്ചു. എന്നിട്ട് ഇങ്ങനെ വളച്ച് താഴോട്ട് കൊണ്ടുവന്ന് വീണ്ടും ഇങ്ങനെ വളയ്ക്കണം. കണ്ടോ? ഏതക്ഷരം ഇത്? ഈ. നമ്മൾ ഈ എഴുതാൻ പഠിച്ചല്ലേ? അപ്പോൾ ഈ എന്ന അക്ഷരം കൂട്ടിയുള്ള ചിത്രങ്ങൾ ഏതൊക്കെയാ നമുക്ക് പരിചയപ്പെടാം. എല്ലാവരും ഇവിടേക്ക് നോക്കിക്കേ. കുഞ്ഞുങ്ങളെ, ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ. ഇതെന്താന്ന് മനസ്സിലായോ? ഇല. എന്താണിത്? ഇല. ഇലകൾ പല രൂപത്തിലുണ്ട്. ഇലകളുടെ നിറം എന്താണെന്നറിയാമോ? എന്ത് നിറമായിരിക്കും ഇലകൾക്ക്? പച്ച നിറമല്ലേ? ചില ചെടികളിലെ ഇലകൾക്ക് മറ്റു നിറങ്ങളുമുണ്ട്. ഇനിയും ഈ ഇലകൾ എവിടെയാ കാണുന്നത്? മരങ്ങളിലും പിന്നെ ചെടികളിലുമാണ് ഇലകൾ കാണുന്നത്. ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ. ഇതിൻ്റെ പേരാണ് ഇഞ്ചി. എന്താണിത്? ഇഞ്ചി. അമ്മമാർ കറികൾക്കൊക്കെ ഇഞ്ചി ഇടുന്നത് കണ്ടിട്ടുണ്ടോ? അമ്മയോട് പറയണം, ഇഞ്ചി ഒന്ന് കാണിക്കാൻ പറയണം. ഇഞ്ചി എന്താന്ന് മക്കൾക്ക് മനസ്സിലായല്ലോ. ഇതെന്താന്ന് മനസ്സിലായോ? ഇമ. എന്താണ് ഇമ? കൺപേലി. എല്ലാവരുടെയും കണ്ണിന് ഇമയുണ്ട്. ഒന്ന് തൊട്ട് നോക്കിക്കേ. കണ്ടോ? ഈ ചിത്രത്തിലേക്ക് നോക്കിക്കേ. എന്താന്ന് മനസ്സിലായോ? നമ്മൾ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കാൻ പോകുക. ഇഷ്ടം എന്താണ്? സ്നേഹം. ഇഷ്ടം എന്താ? സ്നേഹം. അനുജന് ചേച്ചിയോട് ഇഷ്ടമാണ്. അച്ഛന് കുഞ്ഞിനോട് ഇഷ്ടമല്ലേ? അമ്മയ്ക്ക് കുഞ്ഞിനെ ഇഷ്ടമല്ലേ? കുഞ്ഞുങ്ങളെ, അപ്പോൾ നമ്മൾ ഇന്ന് ഏതക്ഷരമാണ് മനസ്സിലാക്കിയത്? ഈ എന്ന അക്ഷരമാണല്ലേ? ഈ കൂട്ടിയുള്ള അക്ഷരങ്ങൾ, ഈ കൂട്ടിയുള്ള വാക്കുകൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലേ? ഏതൊക്കെയായിരുന്നു? ഈ ഇഞ്ചി, ഈ ഇല, ഈ ഇമ, ഈ ഇഷ്ടം. ഇനി നമുക്ക് പുസ്തകത്തിലുള്ള ഒരു കവിത പാടിയാലോ? ഇലകൾക്കുണ്ടേ പല രൂപം, ഇഞ്ചിക്കൊണ്ടൊരു നീളനില, ഇമ ചിമ്മാതെ നോക്കിയിടാൻ ഇഷ്ടം തോന്നും പച്ചയില. മിസ്സിന്റെ കൂടെ പാടണേ. ഇലകൾക്കുണ്ടേ പല രൂപം, ഇഞ്ചിക്കൊണ്ടൊരു നീളനില, ഇമ ചിമ്മാതെ നോക്കിയിടാൻ ഇഷ്ടം തോന്നും പച്ചയില. കവിത എല്ലാവരും പാടി പഠിക്കണം കേട്ടോ. എന്നാൽ നമുക്കിനി ടെക്സ്റ്റ് എടുക്കാം, പുസ്തകം എടുക്കാം. എല്ലാവരും ചൂണ്ടുവിരലൊന്ന് ഉയർത്തിക്കേ. ഈ ചൂണ്ടുവിരൽ കൊണ്ട് നമുക്ക് അക്ഷരത്തെ തലോടാം. അക്ഷരത്തെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടോ? എല്ലാവർക്കും അക്ഷരം ഇഷ്ടമാണോ? അക്ഷരത്തെ സ്നേഹിക്കണം, അക്ഷരം ഇഷ്ടപ്പെടണമല്ലേ? എല്ലാവരും ചൂണ്ടുവിരലൊന്ന് ഉയർത്തിക്കേ. ചൂണ്ടുവിരൽ ഉയർത്തിയോ? ഇനി നമുക്ക് അക്ഷരത്തിന്റെ പുറത്തുകൂടി അക്ഷരത്തിനെ ഒന്ന് തലോടാം. എങ്ങനെയാണ് നമ്മൾ ഈ എഴുതാനായിട്ട് പഠിച്ചത്? എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ആദ്യം ഒരു കുഞ്ഞു റാ എഴുതി, ചെറിയ റാ എഴുതി, ഇതിൻ്റെ പുറത്തുകൂടി ഒരു വലിയ റാ എഴുതി, ഇതേ കൂട്ടി വീണ്ടും ഒരു റായും കൂടെ എഴുതി, ഇവിടുന്ന് ഇങ്ങനെ വളച്ച് താഴോട്ട് വീണ്ടും വളയ്ക്കണം അല്ലേ? ഇങ്ങനെയല്ലേ ഈ പഠിച്ചത്? പിന്നെ ഇനി എന്താ ചെയ്യേണ്ടത്? കുത്തിൽ കൂടി അറിയാവുന്ന കുഞ്ഞുങ്ങളെ, ഈ മനസ്സിലായ മക്കള്, ഈ മനസ്സിലാക്കിയ കുഞ്ഞുങ്ങളെല്ലാവരും ഈ കുത്തിന്റെ മുകളിൽ കൂടി ഈ എന്ന അക്ഷരം എഴുതണം. എന്നാൽ ഇനി ഒരു റൈം മിസ് പഠിപ്പിച്ചു തരട്ടെ. വേറൊരു റൈമും കൂടെ പഠിപ്പിച്ചു തരട്ടെ. എല്ലാവരും കാക്കേനെ കണ്ടിട്ടില്ലേ? എന്നാൽ നമുക്കിനി കാക്കയുടെ ഒരു റൈം ആയാലോ? ഓ കാക്കേ, ഓ കാക്കേ, കുട്ടയിലെന്താണ്? പച്ച മാങ്ങ, പഴുത്ത മാങ്ങ, രൂപയ്ക്ക് 2. വാങ്ങിച്ചോ മോനെ, വാങ്ങിച്ചോ മോളെ, വിശക്കുമ്പം തിന്നാലോ. വേണ്ട കാക്കേ, വേണ്ട കാക്കേ, അമ്മ തല്ലോലേ. ഒന്നും കൂടെ പാടട്ടെ. ഓ കാക്കേ, കുട്ടയിലെന്താണ്?
പച്ച മാങ്ങ പഴുത്ത മാങ്ങ രൂപയ്ക്ക് രണ്ടാണ്. വാങ്ങിച്ചോ മോനെ വാങ്ങിച്ചോ മോളെ വിശക്കുമ്പം തിന്നാലോ. വേണ്ട കാക്കേ അമ്മ തല്ലോലേ. അപ്പം റൈം ഇഷ്ടമായോ? റൈംസ് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മിസ് വീണ്ടും നല്ല റൈംസ് ഒക്കെ പാടിത്തരാനായിട്ട് വരാം. അതുവരെ ബൈ ചിൽഡ്രൻ. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ഹൗ ആർ യു ഓൾ? ആർ യു ഫൈൻ? Hope all are fine. Today we will learn English. നമ്മൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഏതൊക്കെയാണ് പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? എ, ബി, സി, ഡി. ഇത്രയും ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചല്ലേ? എ ബി സി ഡിയുടെ റൈം ഓർക്കുന്നുണ്ടോ? ഒന്നും കൂടെ നമുക്ക് എ ബി സി ഡിയുടെ റൈം ഒന്ന് പാടിയാലോ? എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ സെഡ്. Now we can revise the English alphabets A, B, C and D. What is the sound of A? A. What is the sound of B? B. What is the sound of C? K. What is the sound of D? D. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റൈലെ കുറച്ച് വർക്കുകളുണ്ട്. നമുക്ക് ആ വർക്കുകളൊന്ന് ചെയ്താലോ? എല്ലാവരും റെഡിയാണോ? ആർ യു റെഡി? എങ്ങനെ പറയണമെന്ന് മിസ് പറഞ്ഞു. ആർ യു റെഡി എന്ന് ചോദിക്കുമ്പോൾ യെസ്. ടേക്ക് പേജ് നമ്പർ 18. നെയിം ദി ഫോളോയിങ് പിക്ചേഴ്സ് ആൻഡ് സർക്കിൾ ദി ഫസ്റ്റ് ലെറ്റർ. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന പിക്ചറിനകത്ത് ഫസ്റ്റ് ലെറ്റർ ഏതാണ്, ഈ പിക്ചറിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണെന്നുള്ളത് നമ്മൾ സർക്കിൾ ചെയ്യണം. അപ്പോൾ സർക്കിൾ എന്താണെന്നറിയാമോ? Do you know how to draw the circle? All of you look here. സർക്കിൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് സർക്കിൾ. എന്താണിത്? സർക്കിൾ. ഇതുപോലെ നമുക്ക് സർക്കിൾ ചെയ്യണം. ഓരോ പിക്ചറിനും സർക്കിൾ ചെയ്യണം. What is this? This is an apple. The first sound of apple is A. Which letter makes the sound A? Yes, A makes the sound A. Then circle this letter. Understood? Then another picture is here. What is this? This is a ball. The first sound of ball is B. Which letter makes the sound B? Yes, B makes the sound B. Then circle this letter. Understood? Another picture is here. What is this? This is a bird. The first sound of bird is B. Which letter makes the sound B? Yes, B makes the sound B. Then circle this letter. Next picture is here. What is this? This is an ant. The first sound of ant is A. Which letter makes the sound A? Yes, A makes the sound A. Then circle this letter. Understood? Then take another page, page number 24. Name the following pictures and circle the first letter. നേരത്തേതുപോലെ നമ്മൾ ചെയ്തതുപോലെ തന്നെ പിക്ചർ തന്നിട്ടുണ്ട്. ഈ പിക്ചറിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണോ അത് സർക്കിൾ ചെയ്യാനാണ്. What is this? This is a cow. The first sound of cow is K. Which letter makes the sound K? Yes, C makes the sound K. Then circle this letter. Another picture is here. What is this?
This is a duck. The first sound of duck is D. Which letter makes the sound D? Yes, D makes the sound D. Then circle this letter. Another picture is here. What is this? This is a dog. The first sound of dog is D. Which letter makes the sound D? Yes, D makes the sound D. Then circle this letter. Another picture is here. What is this? This is a camel. The first sound of camel is K. Which letter makes the sound K? Yes, C makes the sound K. Then circle this letter. Understood? Then take another page, page number 25. Match the pictures with names starting with the same sound. ഇവിടെ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ ആദ്യത്തെ സൗണ്ട് ഒരുപോലെ വരുന്നവ മാച്ച് ചെയ്യുക. What is this? This is a dolphin. The first sound of dolphin is D. What is this? This is a car. The first sound of car is K. What is this? This is a ball. The first sound of ball is B. What is this? This is an ant. The first sound of ant is A. What is this? This is a dinosaur. The first sound of dinosaur is D. What is this? This is an anchor. The first sound of anchor is A. What is this? This is a butterfly. The first sound of butterfly is B. What is this? This is a cat. The first sound of cat is K. Understood? ഇനി നമുക്ക് മാച്ച് ചെയ്യാം. What is this? This is an ant. What is the first sound of ant? A. What is this? This is an anchor. What is the first sound of anchor? A. Then draw from here to here. What is this? This is a ball. What is the first sound of ball? B. What is this? This is a butterfly. What is the first sound of butterfly? B. Then draw from here to here. What is this? This is a car. What is the first sound of car? K. What is this? This is a cat. What is the first sound of cat? K. Then draw from here to here. What is this? This is a dolphin. What is the first sound of dolphin? D. What is this? This is a dinosaur. What is the first sound of dinosaur? D. Then draw from here to here. Understood? അപ്പോൾ ടീച്ചർ തന്നിരിക്കുന്ന ടെക്സ്റ്റ് വർക്കുകളൊക്കെ എല്ലാവരും മടികൂടാതെ ചെയ്യുമല്ലോ. എല്ലാവരും ചെയ്തിട്ട് ഗ്രൂപ്പിലേക്ക് ഇട്ട് തരണം. മിസ് നിങ്ങൾക്ക് സ്റ്റാറും ഗുഡും പിന്നെ ഐസ്ക്രീം സ്മൈലി ഫേസ് ഇതൊക്കെ തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും വർക്ക് ചെയ്ത് ഗ്രൂപ്പിലേക്ക് ഇട്ട് തരണം. Now let us sing a rhyme. Are you ready? Yes. Row, row, row the boat gently down the stream. Merrily, 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 life is but a dream. Row, row, row the boat gently down the stream. Merrily, 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 life is but a dream. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നാളത്തെ ക്ലാസ്സിൽ മിസ് വീണ്ടും വരാം. ബൈ ചിൽഡ്രൻ. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ഓൾ ഓഫ് യു സേ ഗുഡ് മോർണിംഗ്. ഇന്ന് മിസ് ആദ്യമേ തന്നെ പഠിപ്പിക്കുന്നൊന്നുമില്ല കേട്ടോ. ഇന്ന് നമുക്ക് ആദ്യം ഒരു റൈം പഠിച്ചാലോ? റൈമോട് കൂടി തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. വീട് ഇഷ്ടമല്ലേ എല്ലാവർക്കും?
വീട് എന്തിനു വേണ്ടിയാണെന്ന് മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് നമുക്ക് വീടുകളുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ മുത്തശ്ശൻ കാണും, മുത്തശ്ശി കാണും അല്ലേ? ചേട്ടൻ കാണും, ചേച്ചി കാണും. അപ്പോൾ പിന്നെ കുഞ്ഞുവാവകളൊക്കെ കാണും അല്ലേ? അപ്പോൾ നമുക്ക് വീടിന്റെ ഒരു റൈം പഠിച്ചാലോ? ഓക്കെ, റെഡി? ആർ യു റെഡി എന്ന് ചോദിക്കുമ്പോൾ എല്ലായിടത്തും ഇങ്ങനെ കൈ കാണിക്കണം. ആർ യു റെഡി? യെസ്. ഇങ്ങനെ പറയണ്ടേ? ആർ യു റെഡി? സേ യെസ്. ഓക്കെ. എന്തു നല്ല വീട്, ഞാൻ പിറന്ന വീട്, ദൈവമുണ്ട് വീട്ടിൽ, സ്വർഗമാണ് വീട്. അമ്മയുണ്ട് വീട്ടിൽ, അച്ഛനുണ്ട് വീട്ടിൽ, നമ്മളൊത്തു വാഴും സ്വർഗമാണ് വീട്. അപ്പച്ചനുണ്ട് വീട്ടിൽ, അമ്മച്ചിയുണ്ട് വീട്ടിൽ, നമ്മളൊത്തു വാഴും സ്വർഗമാണ് വീട്. ചേട്ടനുണ്ട് വീട്ടിൽ, ചേച്ചിയുണ്ട് വീട്ടിൽ, നമ്മളൊത്തു വാഴും സ്വർഗമാണ് വീട്. എന്തു നല്ല വീട്, ഞാൻ പിറന്ന വീട്, നമ്മളൊത്തു വാഴും സ്വർഗമാണ് വീട്. എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ പാടി പഠിക്കണം കേട്ടോ. ഇന്ന് നമുക്ക് EVS പഠിച്ചാലോ? ടുഡേ വി വിൽ ലേൺ അബൌട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റൂംസ് ഇൻ എ ഹൗസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ സ്വീറ്റ് ഹോം ഓരോരോ വീടുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തില്ലായിരുന്നോ? ഇന്ന് നമുക്ക് റൂംസ്, ഈ വീടുകളിലെല്ലാം ഓരോ തരത്തിലുള്ള റൂമുകളില്ലേ, ആ റൂമുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. All of you look here. This is a living room. എന്താണിത്? ലിവിംഗ് റൂം, സ്വീകരണ മുറി. നമ്മുടെ വീട്ടിലെ വിരുന്നുകാർ, ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ ഏത് റൂമിലാണ് ഇരുത്താറുള്ളത്? ലിവിംഗ് റൂമിൽ. ഇതിന് ഡ്രോയിങ് റൂം എന്നും പറയും. ദിസ് ഈസ് എ ബെഡ്റൂം, കിടക്കാനുള്ള മുറി. വേർ ഡു യു സ്ലീപ്പ്? എവിടെ നമ്മൾ ഉറങ്ങാറുള്ളത്? ബെഡ്റൂം. ദിസ് ഈസ് എ കിച്ചൺ, അടുക്കള. എവിടെയാണ് അമ്മ ആഹാരമൊക്കെ നിങ്ങൾക്കുള്ളത് ഉണ്ടാക്കി തരുന്നത്? കിച്ചൺ. വേർ ഡസ് യുവർ മദർ കുക്ക് ഫുഡ്? കിച്ചൺ. ദിസ് ഈസ് എ ബാത്റൂം, കുളിമുറി. എവിടെയാണ് നിങ്ങൾ കുളിക്കാറുള്ളത്? ബാത്റൂമിലല്ലേ കുളിക്കാറുള്ളത്? വേർ ഡു യു ബാത്ത്? ബാത്റൂം. ദിസ് ഈസ് എ ഡൈനിങ് റൂം, ഊണുമുറി. എന്താണ്? ഊണുമുറി. എവിടെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കാറുള്ളത്? ഊണുമുറിയിലല്ലേ ഭക്ഷണം കഴിക്കാറുള്ളത്? വേർ ഡു യു ഈറ്റ് ദ ഫുഡ്? ഡൈനിങ് റൂം. ദിസ് ഈസ് എ സ്റ്റഡി റൂം. എവിടെ ഇരുന്നാണ് നമ്മൾ പഠിക്കാറുള്ളത്? സ്റ്റഡി റൂമിൽ. ദിസ് ഈസ് എ സ്റ്റഡി റൂം. വേർ ഡു യു സ്റ്റഡി? സ്റ്റഡി റൂം. നമ്മളിന്ന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റൂംസ് അതല്ലേ പഠിച്ചത്? ഒന്നും കൂടെ നമുക്ക് കാണാം. ഏതൊക്കെ റൂംസ് ആണ് ഐഡന്റിഫൈ ചെയ്തത് നമുക്ക് നോക്കാം. ലിവിംഗ് റൂം, ഇതിന്റെ വേറൊരു പേരെന്താ? ഡ്രോയിങ് റൂം. ബെഡ്റൂം, ബെഡ്റൂം. കിച്ചൺ, കിച്ചൺ. ബാത്റൂം, ബാത്റൂം. ഡൈനിങ് റൂം, ഡൈനിങ് റൂം. സ്റ്റഡി റൂം, സ്റ്റഡി റൂം. ഐ വിൽ റിപ്പീറ്റ് വൺസ് അഗെയിൻ. ഒരു പ്രാവശ്യം കൂടെ മിസ് പറഞ്ഞു തരാവേ. ഡ്രോയിങ് റൂം, വേറൊരു പേരെന്തായിരുന്നു? ലിവിംഗ് റൂം. ബെഡ്റൂം, കിച്ചൺ, ബാത്റൂം, ഡൈനിങ് റൂം ആൻഡ് സ്റ്റഡി റൂം. ഇനി നമുക്ക് ടെക്സ്റ്റിലെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. പെൻസിലെടുത്ത് ചെയ്യണം. മാച്ച് ദി ഫോളോയിങ്. ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ മക്കളെ. ഇവിടെ കുറേ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇവിടെയും കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന ചിത്രങ്ങളെ ഇവിടെ തന്നിരിക്കുന്ന ചിത്രങ്ങളുമായിട്ട്
നമ്മൾ വരച്ച് യോജിപ്പിക്കണം. അങ്ങനെയാണ് മാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചിത്രത്തിലേക്ക് നോക്കാം. ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇതെന്താന്ന് മക്കൾക്ക് മനസ്സിലായോ? കിച്ചൺ. എന്താണിത്? കിച്ചൺ. കണ്ടോ എല്ലാവരും? നോക്കിക്കേ. കിച്ചണിൽ എന്താ ഉണ്ടാക്കാറുള്ളത്? എന്താണ് ചെയ്യുന്നത് കിച്ചണിൽ? ആഹാരമാണോ കഴിക്കുന്നത്? പിന്നെ ഈ പിക്ചറിലേക്ക് നോക്കിക്കേ. ആ, അമ്മ ആഹാരം പാചകം ചെയ്യുന്നല്ലേ? അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കണം. കണ്ടോ? ഇനി അടുത്തത് ഡൈനിങ് റൂം. എന്താണിത്? ഊണുമുറി അല്ലേ? ഊണുമുറിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡൈനിങ് റൂമിലിരുന്ന് എന്താ ചെയ്യുന്നത്? നോക്കിക്കേ, നോക്കിക്കേ. കണ്ടോ എല്ലാവരും? ആ, എന്താ ചെയ്യുന്നത്? ഭക്ഷണം കഴിക്കും അല്ലേ? എവിടെ ഇരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? ഡൈനിങ് റൂമിൽ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കണം. ഇനി അടുത്ത പിക്ചറിലേക്ക് നോക്കിക്കേ. എന്താണിത്? സ്റ്റഡി റൂം. പഠനമുറി അല്ലേ? സ്റ്റഡി റൂമിലിരുന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഉറങ്ങുവാണോ അതോ പഠിക്കുവാണോ ചെയ്യേണ്ടത്? നോക്കിക്കേ. ആ, സ്റ്റഡി റൂമിലിരുന്ന് നമ്മൾ പഠിക്കുക ചെയ്യുന്നതല്ലേ? അപ്പോൾ ഇവിടുന്ന് ഈ ചിത്രത്തിലേക്ക് വരയ്ക്കണം. ഇനി അടുത്തത് ഇതേത് റൂമാ? ബെഡ്റൂം. എന്താണിത്? ബെഡ്റൂം. കിടപ്പുമുറി അല്ലേ? കിടപ്പുമുറിയിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? ബെഡ്റൂമിൽ എന്താ ചെയ്യുന്നത്? ഇവിടെ നോക്കിക്കേ. ആ, ഉറങ്ങുകയാണല്ലേ? അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കണം. കണ്ടോ? എങ്ങനെയാണ് മാച്ച് ചെയ്യുന്നതെന്ന് മനസ്സിലായോ കുഞ്ഞുങ്ങൾക്ക്? ഇന്ന് മിസ് ഇപ്പോൾ തന്നിരിക്കുന്ന ഈ ചിത്രം എല്ലാവരും മാച്ച് ചെയ്യണം. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നാളത്തെ ക്ലാസ്സിൽ മിസ് വീണ്ടും വരാം. ബൈ ചിൽഡ്രൻ. This will ask you some oral questions. Look here. How many eyes do you have? എത്ര കണ്ണുണ്ട്? 1, 2. How many eyes? 2. How many hands do you have? 2 hands. How many hands? 2 hands. How many legs do you have? 2 legs. 2 legs. Leg. Then today take your textbook. Textbook എടുത്ത് എല്ലാവരും take your textbook. Some objects they have shown in your textbook. Miss will show you on the board. You take your textbook, open and keep. Then Miss will show you on the board. Same thing. See how many boys are standing here? Count and say 1, 2. How many boys? 2 boys. See, look at the picture. 2 boys are here. Legs are showing. How many legs? Count it. 1, 2. എത്ര എണ്ണം ഉണ്ട്? എത്ര legs ഉണ്ട്? 2. Then how many eyes do you have? 1, 2. എത്ര eyes ഉണ്ട്? 2. See, pick the box which have 2 objects. അപ്പോൾ നിങ്ങൾക്ക് 2 എഴുതാൻ അറിയത്തില്ലെങ്കിലും 2 എണ്ണം കണ്ടാൽ തിരിച്ചറിയും അല്ലേ? See how many cats are here? 1 cat. 1 cat. So no need to tick that. The object which have 2. The object which have 2, you can tick. See how many legs are here? 2. How many legs are here? 2. Okay. See 2 legs. So you can tick here. Understood? See how many bags are here? 1, 2. So you can tick. രണ്ടെണ്ണം അതുകൊണ്ട് തന്നെ tick here because now we are learning 2.
ചെയ്ത് എഴുതി എഴുതി പഠിക്കണം. See how to write. ഈ ഡോട്ടെ കൂടെ എഴുതി പഠിക്കുക കേട്ടോ. 2 2 ഇങ്ങനെ ഈ ഡോട്ടെ കൂടെ നിങ്ങൾ എഴുതി up to here you can write, up to here you can write. Then here there is a count and write, count and write. How many buttons are here? How many buttons are here? Counting 1 2. No, 1 2. Then you can write here 2. Count and write. You can write here 2. No, you can fill all the columns. Then how many ice creams are there? How many ice creams are there? Counting. See, 1 2. 1 2. Touch and count. Here also you can write 2. No, 2 എഴുതുക ഇങ്ങനെ. This will show you how to write 2. You have already learned to draw curve. And slanting line also you have learned. Sleeping line also you have learned. These 3 elements are we are using to write 2. See, first curve, then slanting line, then sleeping line. Understood? Once more I will show you curve. Understood? Then slanting line, then sleeping line. Understood? These 3 elements are coming together here. This is the way you can write 2. Understood? Understood? Say, you can count and write here 2. Here also you can count and write. Here you can draw on the dots. Then 2 you write it and left. Understood? And do you like the class? Like it? Yes. Then take your rough book also. Take your rough book and write it too. Many times as you would like. This is not telling, not compelling to write it 10 times, 5 times like that. As you like, you can write and learn 2 also. Finish? Yes. Then study well and safe at home.